4-5 ദിവസം ഒരു തുള്ളി മദ്യമില്ലാതെ ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്നു. ലഹരിക്ക് മദ്യം വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും ത്രില്ലിംഗ് ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. എന്നാ പിന്നെ നിനക്ക് മദ്യം നിർത്തായിരുന്നില്ലേ? എടാ, നിർത്തിയാ പിന്നെ ഈ സന്തോഷം മുഴുവൻ എക്സ്പ്രസ് ചെയ്യാൻ വേറെ എന്താ മാർഗം? എടാ വിവേകേ, നമ്മൾ വിചാരിച്ച ആളേ അല്ല നന്ദിനി. എടാ, ഷീസ് ഗ്രേറ്റ്. ഒരുപക്ഷെ താലി കെട്ടി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചതിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഈ ലോകം തന്നെ കീഴടക്കിയേനെ. ആ ക്ഷേത്രമുറ്റത്തും ആളുകളുടെ ഇടയിലും എനിക്ക് എന്തായിരുന്നു സ്വീകരണം എന്ന് അറിയോടാ നിനക്ക്? നന്ദിനിയുടെ ഭർത്താവ് സൂര്യ, സുമംഗലി പൂജയിൽ വിജയിച്ച സൂര്യ. എന്റെ അമ്മയുടെ മുമ്പില്, എന്റെ സഹോദരിമാരുടെ മുമ്പില്, നാട്ടുകാരുടെ എല്ലാം മുമ്പില് നന്ദിനി എന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചടാ. അതിനൊക്കെ പകരമായിട്ടെ നീ നന്ദിനെ മനസ്സുറന്നങ്ങ് സ്നേഹിച്ചാ മതി. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കരാറിന്റെ പേരിലാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതെന്ന്. ആദ്യം അതങ്ങ് മാറ്റ്. എന്നിട്ട് നന്ദിനെ ശരിക്കും നിന്റെ ഭാര്യയാക്ക്. അത് ചിലപ്പോ പ്രശ്നമുള്ള കാര്യമാ. എന്ത് പ്രശ്നം? അതൊക്കെ അങ്ങനെയാ. എടാ, അത് തന്നെ നിങ്ങളുടെ പ്രശ്നം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നന്ദിനി ജീവന്റെ ജീവനായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് നന്ദിനിയുടെ റെസ്പെക്ട് മാത്രമല്ല, ആത്മാർത്ഥമായ ഇഷ്ടമുണ്ട്. പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല. സത്യം പറയടാ, നിന്റെ നെഞ്ചില് അവളില്ലേ? അവളോടുള്ള ഇഷ്ടമല്ലേ? വിവേകേ, നീ ഇപ്പൊ എന്റെ മനസ്സെടുത്ത് കൂടുതൽ ഗവേഷണത്തിനൊന്നും നിൽക്കണ്ട, കേട്ടല്ല? നന്ദിനിയെ എനിക്ക് ഇഷ്ടമാ. നന്ദിനിയോട് എനിക്ക് റെസ്പെക്റ്റും ഉണ്ട്. നന്ദിനിക്ക് വേണ്ടി ഞാൻ ആരോടും ഫൈറ്റ് ചെയ്യും. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നീ അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണെന്ന് സമ്മതിക്കില്ല അല്ലേ? ഇഷ്ടം, പ്രണയം. ആ നിൽക്കുന്ന മരം കണ്ട, അതിലേ പുതിയ പുതിയ ഇലകൾ നിത്യവും വരും. പക്ഷേ കൊഴിഞ്ഞുപോയ ഇലകള് തിരിച്ചു വരില്ല.